ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ചോറും ചെറുപയറും വെച്ചിട്ട് നല്ല കിടിലം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ എന്താ ബാക്കി വന്ന ചോറും ചെറുപയറും കൊണ്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു തവി ചെറുപയർ 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇതാ കുതിർത്തെടുത്തതിന് ശേഷം ഇതാ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടതാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വേണ്ടത് ഇതാ തലേന്ന് രാത്രിയത്തെ ബാക്കിയുള്ള ചോറാണ്. അത് ഈ ഒരു പാത്രത്തിന് ഏകദേശം ഒരു അരപ്പാത്രത്തോളം ഞാൻ എടുത്താണ് കണ്ടില്ലേ. ഇതേപോലെ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് സമയം അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് രാത്രി അരച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കുതിർത്ത ചെറുപയറും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 2 തവി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരമായിട്ട് റവ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതായാലും പ്രശ്നമല്ല കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഏകദേശം ഒരു 3 ഗ്ലാസ് വരെ വെള്ളം ഞാൻ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സാക്കി കൊടുക്കണേ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇങ്ങോട്ട് ലൂസാവാനും പറ്റില്ല, അധികം ഇങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കറക്കിയെടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, ഈ ഒരു അളവിലാട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അറിയാൻ കഴിയുക. കണ്ടില്ലേ ഇതേപോലെ. ഇനി ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്തിന് അക്കിയൊരു മാവ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. ദോശമാവ് പിന്നെ അതെല്ലാം കൊത്തപ്പുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുന്ന മാവിന് അതേപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണേ. നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാതെ കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ജാറ് കേക്കിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേനെ. ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഏകദേശം 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇതിലേക്കൊരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്നൊക്കെ ചുട്ടെടുക്കാനുള്ളതായത് കൊണ്ടാണ് കേട്ടോ. തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനൊരു 3 മണിക്കൂർ മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണുള്ളേ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിന്. ഈ ഒരു സമയം ഇതിലേക്ക് നല്ലൊരു കിടിലം ഒരു ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ വേണ്ടേ കുറച്ച് കേങ്ങ കേട്ടോ. ഒരു വലിയൊരു കേങ്ങ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തന്നെ. പിന്നെ പച്ചമുളക്, പിന്നെ ചെറിയൊരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. രാവിലെയൊക്കെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേനും അല്ലെങ്കിൽ ജോലിക്ക് പോകും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ ഞാനിതാ എളുപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഞാനങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതങ്ങോട്ട് വിസിലടിച്ചതിന് ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. ഒരു സവാളിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കളറ് മാറണ വരെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് കടുകാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. എളുപ്പമാണ്. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കടുകും കരിവേപ്പിൻ്റെ ഇല, പിന്നെ നിങ്ങളെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടല്ലോ അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നല്ലൊരു രസമാണ്. പിന്നെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പൊട്ടി കരിഞ്ഞിട്ടായിട്ട് ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങോട്ട് ഈ ഒരു ഉള്ളിയൊക്കെ അങ്ങോട്ട് പിന്നെ സൈഡിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വിസിലടിച്ച് വെച്ച് ഈ ഒരു കേങ്ങും ഈ ഒരു ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനതായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കിടിലും ഗ്രീൻ പീസ് കറി റെഡിയാണ്. നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ഈ കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഇത് ഓപ്ഷണലാണ് കേട്ടോ. കാണാനൊക്കെ നല്ലൊരു മൊഞ്ചാണ്. കറിവേപ്പില നല്ലതാണല്ലോ. മല്ലിച്ചപ്പ് ഇവിടെ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയായിട്ട് ഇട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു കിടിലം കറി റെഡിയായണേ. ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇത് പിറ്റേന്നൊക്കെ കൂട്ടുകയാണെങ്കിൽ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചിന്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഏകദേശം ഒരു 3 മണിക്കൂറോളൊക്കെ ആയിനെ കണ്ടില്ലേ. അപ്പോൾ പതക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് പൊങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത്രയും പൊങ്ങിയിട്ടുള്ളൂ കണ്ടില്ല. ഇനി തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിന്. ഇതിലേക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ട് 2 മിനിറ്റോളം മൂടി വെക്കാതെ നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ മൂടി വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ബാക്കി വന്ന ചോറൊക്കെ നമ്മൾ എന്താ ചെയ്യുക, കളയേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ രാത്രിയൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ 3 മണിക്കൂർ മുന്നേ അരച്ച് വെച്ചാട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇനി അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതിന്. എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് റവ ഇട്ടിട്ടും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കലുണ്ട്. അത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ ബബിൾസ് വന്നതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെക്കാൻ. പിന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ നെയ്യൊക്കെ വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടോ. ഞാനേതായാലും ഒന്നും ഒഴിച്ച് കൊടുക്കണില്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു കറി നമുക്ക് ഉണ്ടാകുന്നൊരു ടേസ്റ്റാണ് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത്